ആദ്യമേ പറയാം, ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷെ ചില ആൾക്കാർക്ക് ഇത് കൊള്ളും. അപ്പൊ ചോദ്യം ഇത്രേ ഉള്ളൂ, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? അത് അലക്സാണ്ടർ ഓസ്ലറോട് ചോദിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ, പ്രണയിക്കുന്നുണ്ടോ, പ്രണയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ പ്രണയിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സൗന്ദര്യമാണോ? ചുമ്മാതൊന്നുമല്ല, ചോദിക്കാൻ റീസൺ ഉണ്ട്. റീസൺ നമ്പർ 1, എന്റെ ഒരു ഫ്രണ്ട്, ആള് പെണ്ണാണോ ആണാണോ ഒന്നും പറയുന്നില്ല. അപ്പൊ അയാള് ഒരാള് സ്നേഹിച്ചു, സൗന്ദര്യം നോക്കിയിട്ടാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല, സ്വഭാവം സെറ്റ് ആവില്ല, കാരണം ഞങ്ങൾക്ക് ഈ രണ്ടുപേരെ അറിയാം. പറഞ്ഞിട്ടും കേൾക്കാണ്ട് രണ്ടുപേരും റിലേഷനിലായി കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്കപ്പ് പോയി. റീസൺ നമ്പർ 2, ഇത് വേറൊരു ഫ്രണ്ട്. ഇത് 2 വർഷത്തെ പ്രണയം എന്തോ ആണ്. പക്ഷെ ഈ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് പാർട്ട്ണർക്ക് തോന്നുന്നു ആള് ഓക്കെ അല്ല, തടി കൂടുതലാണ് എന്നൊക്കെ. ഞങ്ങൾ കാണുന്ന ആൾ തൊട്ട് ആൾക്ക് തടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴാണ് പാർട്ട്ണർക്ക് തോന്നുന്നത് ആൾക്ക് തടി കൂടുതലാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ട്ണറാണ് വന്നിട്ട് ആളെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതും നിർബന്ധിച്ച് പ്രണയത്തിലേക്ക് കൊണ്ടുവന്നത്. 3ാമത്തെ റീസൺ പറയാം. കഴിഞ്ഞ ദിവസം ഒരു റീലേ ഉള്ളൂ, ഉറുമിയിലെ പാട്ട് വെച്ചിട്ട് നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി, സുന്ദരി തന്നെ നമ്മൾ എടുത്ത് പറയണം. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടി നല്ലൊരു റീൽ ചെയ്തേക്കുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല റീച്ചുള്ള ഒരു റീലാണ്. ഇതിന്റെ അടിയിൽ കുറെ കമന്റ്സ്. വീട്ടിൽ ഇരിക്കുന്നതിനടുത്ത് പുറത്ത് കളയാൻ തോന്നുന്നു, ഇതിനെ കാണുമ്പോഴേ എനിക്ക് സങ്കടം വരുന്നേ, അത് ഇതെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കുന്നവരെയാണ് കുറ്റം പറയുന്നത്. അതായത് സ്വന്തം പാർട്ട്ണറെയാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ഏജിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് ഒരു റിലേഷൻഷിപ്പിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് സൗന്ദര്യമാണെന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഒരു റോസാപ്പൂ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ റോസാപ്പൂ നിങ്ങൾ ഭംഗി കൊണ്ട് ഇഷ്ടപ്പെട്ടെടുത്തുകൊണ്ട് വന്നതാണ്. ഈ ലോകത്ത് ഒരുപാട് റോസാപ്പൂക്കളുണ്ട്, ഇതിലും ഭംഗിയുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് കളഞ്ഞിട്ട് ഈ റോസാപ്പൂ എന്ന് പറഞ്ഞ് ഭംഗി കൂടിയത് നോക്കി വീണ്ടും വീണ്ടും വേണം എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള നടപടിയാണ്. ഇനിയും നിങ്ങൾ ഭംഗി നോക്കിയിട്ട് ബാക്കി നോക്കാം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഗ്രീഷ്മ, ഷാരൂൺ കേസിലെ ഗ്രീഷ്മ അത്യാവശ്യം ഭംഗി ഉണ്ടായിരുന്നു. നമ്മുടെ വിസ്മയ കേസ്, അതിലെ പ്രതിയായിട്ടുള്ള വിസ്മയുടെ ഹസ്ബൻഡ് ആയിരുന്ന ആൾക്കും അത്യാവശ്യം ഭംഗി ഉണ്ടായിരുന്നു.